ക്രിസ്തു അനുയായിയായി ജീവിക്കുവാൻ മനുഷ്യനായി പിറന്ന നമ്മെ അവിടുത്തെ തിരുരക്തത്താലും മാംസത്താലും നമ്മളെ ജീവിപ്പിച്ചു. അവിടുത്തെ ആത്മാവിനെ തന്നെ നമ്മളിൽ നിവേശിപ്പിച്ചു. സ്വർഗഭാഗ്യത്തിന് നമ്മെ അർഹരാക്കി. മൂന്നാമത്തെ കാര്യം, നമ്മളെ ഏതെങ്കിലും ജീവിത അന്തസ്സിൽ പ്രവേശിക്കുവാൻ നമുക്ക് കൃപ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ പരിപാലിച്ചു. ഈ മൂന്ന് വിളിയെക്കുറിച്ചും ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നാളത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് ഒരുപാട് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കാം. മൂന്ന് വിളികളിലും നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ചെടുക്കുവാൻ. നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു വാക്കിനാൽ സ്വർഗവും കൂടെ തട്ടിയെടുത്തു എന്ന് പറയില്ലേ, സ്വർഗവും കട്ടെടുത്തു എന്ന് പറഞ്ഞതുപോലെ അനുദിന വിശുദ്ധ കുർബാനയിൽ നാം ദൈവത്തെ പുരോഹിതനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഹൃദയപൂർവ്വം അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ആരാധന അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടത്തേക്ക് നമുക്ക് അനുഗ്രഹം തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നു വരെയുള്ള വിശുദ്ധ കുർബാനയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. എത്രയോ നല്ലവനാണ്. നാം എത്രയോ പാപികളായിരുന്നിട്ടും കുറവുള്ളവരായിരുന്നിട്ടും നമ്മ ഇത്ര വലിയ അനുഗ്രഹം തരാനായി നമ്മളെ മൂന്ന് വിളികളാൽ ധന്യമാക്കിയില്ലേ. മനുഷ്യജീവനിലേക്കുള്ള വിളി, ക്രിസ്തു അനുയായി ആകാനുള്ള വിളി, അതുപോലെ ജീവിത അന്തസ്സിൽ പ്രവേശിച്ചുകൊണ്ട് വളർന്നു പുഷ്പിക്കുവാൻ, അനേകർക്ക് താങ്ങും തണലുമാകാൻ നമ്മളെ അനുഗ്രഹിച്ചില്ലേ. നമുക്ക് നാളെ വലിയ സന്തോഷത്തോടെ ആനന്ദത്തോടെ കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ ബലിയർപ്പിക്കാം. പൗലോസ്ലീഹ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, സന്തോഷത്തോടെ ഇരിക്കുവിൻ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവിൻ. അതാണ് നമ്മിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ.